ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ എത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂര ലൈംഗിക വേട്ട നടത്തി എന്നാണ് FIR. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തി എന്നും റിപ്പോർട്ടിലുണ്ട്. DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. അതേസമയം അന്വേഷണ സംഘത്തെ രാഹുൽ വെല്ലുവിളിച്ചു. പാലക്കാട് സ്വതന്ത്രനായി നിന്നാലും ജയിക്കും എന്നാണ് അവകാശവാദം. ഷിജോ കുര്യനും അശ്വിൻ പാലാഴിയുമാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ആദ്യം ഷിജോയിലേക്കാണ്. ഷിജോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷെ അത് കഴിഞ്ഞ് റിമാൻഡിലാണ് 14 ദിവസം എന്ന് കഴിഞ്ഞ് പോകുന്ന പോക്കിൽ ഒരല്പം ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണോ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നും. ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ നടത്തി, ക്രൂരമായ ആക്രമണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ പറയൂ വിവരങ്ങൾ. അതെ സ്മിത, ആദ്യമൊക്കെ വലിയ ആത്മവിശ്വാസം, താനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ അങ്ങ് നിസ്സാരമല്ലേ, നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല എന്നുള്ളൊരു ശരീരഭാഷ, ഞാൻ അങ്ങ് ഈസി ആയിട്ട് അങ്ങ് ഊരി വരും എന്നുള്ള ശരീരഭാഷയിൽ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളടക്കം, ഇന്ന് രാവിലെയും അടക്കം പോലീസിന് മുമ്പാകെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല ശരീരഭാഷ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലെ അഴിക്കുള്ളിലാണ്. അങ്ങനെ 3 പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നു. ആദ്യത്തെ 2 പരാതികളിലും ഇതൊന്നും തനിക്ക് ബാധകമാകില്ല, ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്, ഇതൊന്നും നിലനിൽക്കില്ല, എല്ലാം താൻ കോടതിയിൽ തെളിയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒരു സാമർത്ഥ്യം കളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ 3ാമത്തെ പരാതി വരുമ്പോൾ ആ 3ാമത്തെ പരാതിയിൽ അങ്ങേയറ്റം കൃത്യമായിട്ട് പഴുതടച്ചുള്ള അന്വേഷണം SIT നടത്തുന്നു. അതിനകത്ത് ലോക്കൽ പോലീസിനെ അടക്കം അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവിടെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് രാവിലെ 5 മണി മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 11 വരെയുള്ള 6.5 മണിക്കൂർ സമയം ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറായിട്ട് കാണേണ്ടി വരും. അതിന്റെ കാരണമെന്ന് പറയുന്നത് ആ 6 മണിക്കൂർ ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. അതിനകത്തുനിന്നുള്ള ചില കാര്യങ്ങൾ അക്കമിട്ട് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി പറയേണ്ടത് ആ റിമാൻഡ് റിപ്പോർട്ടിലെ 12 കാര്യങ്ങളാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന 12 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിതകളെ ഈ പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും അവർക്ക് ജീവഹാനി ഉണ്ടാക്കാൻ, അവരെ കൊലപ്പെടുത്താൻ തന്നെ ഈ പറയുന്ന പ്രതിക്ക് കഴിയും. അത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്, പലതരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർച്ചയായിട്ട് ഇതേ രീതിയിൽ തന്നെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇതുപോലെയുള്ള ലൈംഗിക വൈകൃതം വീണ്ടും ആവർത്തിക്കാനുള്ള ടെൻഡൻസി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1ാമത്തെ പരാതി വരുന്നു. ആ അതിജീവിതയെ പലതരത്തിൽ സമൂഹമാധ്യമങ്ങളുടെ സൈബർ ബുള്ളിംഗ് നടത്തിയതാണ്, ഭീഷണിപ്പെടുത്തിയതാണ്. അങ്ങനെ അത്തരത്തിലുള്ള തുടർച്ചയായുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അത് ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തുവിടരുത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലും FIR-ലും ഉള്ളത്. ഒരു തരത്തിലും നമുക്കത് പച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല FIR-ലും ഉള്ളത്. കാരണം അത്തരത്തിൽ ബ്രൂട്ടലായിട്ടുള്ള ലൈംഗിക വൈകൃതം, പ്രകൃതി വിരുദ്ധ തരത്തിലുള്ള പീഡനങ്ങൾക്ക് അതിജീവിതയെ അല്ലെങ്കിൽ യുവതിയെ രാഹുൽ ഇരയാക്കിയിട്ടുണ്ട്. തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഈ പറയുന്ന സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു, പ്രണയാഭ്യർത്ഥന നടത്തുന്നു, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നു, അങ്ങനെ ഗർഭിണിയാക്കുന്നു, ഗർഭിണിയായെങ്കിൽ മാത്രമേ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുന്നു, അങ്ങനെ വീണ്ടും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് SIT കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അകത്ത് നിന്ന് മറ്റൊരു കാര്യം വേണ്ടത്, രാഹുലിന്റെ ഫോൺ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കണം. ഈ ഫോൺ ഇന്നിപ്പോൾ SIT അവിടെ നിന്ന് രാഹുലിന് മുമ്പിൽ നിന്ന് ഫോൺ വാങ്ങി 2 ഫോണുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ആ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടുമ്പോൾ അതിന് പോലും വിസമ്മതിക്കുന്ന ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ആണ് കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും അന്വേഷണത്തിൽ സഹകരിക്കാത്ത ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. 6 മണിക്കൂർ അവിടെ ഇരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധത്തിലാണ് ഏർപ്പെട്ടത്, അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും, പരാതിയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും നിഷേധിക്കുകയും ഒപ്പം തന്നെ തന്റെ കാര്യങ്ങളെല്ലാം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ചോദ്യങ്ങളോട് ഒരു നിസ്സഹകരണം സ്വീകരിക്കുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. എന്തായാലും അതിനെയെല്ലാം പൊളിക്കുന്ന തരത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ പറയുന്ന പരാതിയിലെ കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് SIT കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡിലായിട്ടുള്ളത്. നാളെ രാഹുലിന്റെ ജാമ്യ ഹർജി
ജാമ്യാപേക്ഷ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ശാസ്ത്രമംഗലം അജിത്ത് അടക്കമുള്ള അഭിഭാഷകർ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിക്കും. സാധാരണ നിലയിൽ ഈ ക്രൈം നടന്നിട്ടുള്ളത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ പരിധിയിലാണ്. അപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് ഇന്നില്ലാത്തതുകൊണ്ടാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ ക്രൈം വന്നത്. എന്തായാലും അവിടെ നിന്നാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് വന്നിരിക്കുന്നത്. നാളെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ രാഹുലിന്റെ ജാമ്യാപേക്ഷ വരുന്നുണ്ട്. അവിടെ നമുക്ക് മറ്റ് തുടർ നീക്കങ്ങൾ അറിയാൻ കഴിയും. നാളെ ആയിരിക്കും SIT രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇതിനകത്ത് ഏറ്റവും അധികം അനിവാര്യമായിട്ടൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അതിന്റെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനിൽ പൂർണ്ണമായിട്ട് സഹകരിക്കാത്തൊരു സമീപനം രാഹുൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് രാഹുലിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി മുമ്പിലുള്ള SIT മുമ്പിലുള്ള കാര്യം. അതുകൊണ്ട് രാഹുൽ അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നത് വരെ ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് SIT ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തുടർ നീക്കങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാവും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസം റിമാൻഡിലാണ്. സ്മിത. അതെ, ഷിജോ കുര്യനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോൾ ഷിജോ പറയുകയായിരുന്നു ആ പഴുതടച്ച നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ ഈ രീതിയിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം ആദ്യ 2 കേസിലും സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, മറ്റേ കേസിലാകട്ടെ 21-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം വളരെ കൃത്യമായി നടന്നതിന്റെ പിന്നിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടത് രാഹുലിനെ കൊണ്ടുപോകുന്ന വഴികളിലുടനീളം വലിയ രീതിയിൽ പ്രതിഷേധം കാണുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ അങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് DYFI പ്രവർത്തകർ മടങ്ങിയത്. പോലീസ് രാഹുലുമായി എത്തിയ വാഹനം മാവേലിക്കര സബ് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് പുറത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ വാഹനം തടഞ്ഞ DYFI പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഈ പ്രവർത്തകരെ വകഞ്ഞു മാറ്റിയാണ് പോലീസ് വാഹനങ്ങൾ ജയിലിന് അകത്തേക്ക് കയറ്റിയത്. സാധാരണ നിലയിൽ പ്രതികളുമായി എത്തുന്ന വാഹനം ജയിലിന്റെ കവാടത്തിന് പുറത്ത് നിർത്തി അവിടെ നിന്ന് അകത്തേക്ക് നടത്തിക്കൊണ്ടു പോവുകയാണ് പതിവ്. പക്ഷേ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പുറത്ത് നിർത്താതെ നേരെ ഗേറ്റ് തുറന്ന് വാഹനങ്ങൾ അകത്തേക്ക് കയറ്റുകയായിരുന്നു. അതിനുശേഷവും വലിയ പ്രതിഷേധം DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ജയിലിന് മുന്നിലുണ്ടായി. അത് വഴി നീളെ ഉണ്ടായിരുന്നു. ഈ രാഹുലുമായി കോടതിയിൽ നിന്ന് വാഹനം പുറത്തിറങ്ങിയപ്പോൾ മുതൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം ഇപ്പോഴും പല ഇടങ്ങളിലും തുടരുന്നുണ്ട്. എന്തായാലും രാഹുലിനെതിരായ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഈ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നതിനോട് ഒപ്പം തന്നെ DYFI പ്രവർത്തകർ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതായത് വാഹനം രാഹുലിനെ ഇവിടേക്കാണ് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ കോടതി പരിസരത്ത് തന്നെ നിരവധി DYFI പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. രാഹുലുമായുള്ള വാഹനവ്യൂഹം മാവേലിക്കര കോടതി കടന്ന് ജയിലിന് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഈ പ്രവർത്തകർ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടി വീണു. കയ്യിൽ കരുതിയിരുന്ന കൊടികളുമൊക്കെ ഉയർത്തി രാഹുലിനെതിരെ വലിയ മുദ്രാവാക്യവും പ്രതിഷേധവും ഉണ്ടായി. പക്ഷേ ഈ പ്രവർത്തകരെ പോലീസ് അവിടെ കാത്തുനിന്ന പോലീസ് തന്നെയാണ് വകഞ്ഞ മാറ്റി അകത്തേക്ക് കയറ്റിയത്. ആദ്യം വരുന്ന വാഹനത്തിലാണ് രാഹുൽ ഉണ്ടായിരുന്നത്. ആ വാഹനം പിന്നീട് സ്വാഭാവിക നടപടിയെല്ലാം ഒഴിവാക്കി ഗേറ്റ് തുറന്ന് വാഹനം ജയിലിനകത്തേക്ക് കൊണ്ടുപോയാണ് രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ അവിടെ ജയിലിൽ അഡ്മിഷൻ നേടാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഉടൻ തന്നെ രാഹുലിനെ ഈ മാവേലിക്കര ജയിലിലെ പ്രത്യേക സെൽ ഈ നിലവിൽ നൽകിയിരിക്കുന്ന സെല്ലിലേക്ക് മാറ്റും. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. എന്തായാലും നിലവിൽ FIR-ലടക്കം റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങൾ, അതിലേക്ക് വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇനിയിപ്പോൾ SIT ഈ DNA പരിശോധനയടക്കം അതിൻ്റെ ഭാഗമായി രക്തസാമ്പിളടക്കം ശേഖരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതിജീവിതയുടെ നഗ്ന വീഡിയോ പകർത്തി എന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ അടക്കം പുറത്തു വരുന്നത്. ഒപ്പം മൊബൈൽ ഫോണിന്റെ ലോക്ക് പാറ്റേൺ പോലും രാഹുൽ അന്വേഷണ സംഘത്തിന് പറഞ്ഞു നൽകിയിട്ടില്ല. അതായത് അന്വേഷണത്തോട് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിസ്സഹരണം ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ അത് എങ്ങനെയാകും എന്നടക്കമാണ് ഇനി പരിശോധിക്കേണ്ടത്. നിലവിൽ എന്തായാലും രാഹുൽ ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നു. വരുന്ന 14 ദിവസം മാവേലിക്കര ജയിലിലെ അഴിക്കുള്ളിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ടാവുക. അതിന് മുന്നോടിയായി ഇതിനിടയ്ക്ക് നിലവിലത്തെ DNA പരിശോധനയുടെ അടക്കം പരിശോധനാ ഫലങ്ങളടക്കം വരേണ്ടതുണ്ട്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ 2 കേസുകൾ പിന്നിട്ടു. അതിനുശേഷം മൂന്നാമതെത്തിയ കേസിൽ പോലീസ് പൂട്ടുന്ന കാഴ്ചയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കണ്ടത്. എന്തായാലും രാഹുലിനെ ഇപ്പോൾ മാവേലിക്കര ജയിലിലെ സെല്ലിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.